സോ നമ്മൾ സെൻഡ് മീ ദ റിപ്പോർട്ട് ടുമോറോ എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിന് പകരം ഇതിന് പൊളൈറ്റ് ആക്കുന്നത് എങ്ങനെയാണ്? പൊളൈറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ആ സെൻറ്റൻസ് ഒന്ന് സോഫ്റ്റ് ആക്കുക അല്ലേ? കേൾക്കുന്ന ആൾക്ക് ഒരു കൽപ്പന പോലെ, ഒരു ഓർഡർ പോലെ തോന്നാത്ത രൂപത്തിൽ ഒന്ന് മയപ്പെടുത്തി ഒന്ന് സോഫ്റ്റ് ആക്കുന്നതിനാണ് നമ്മളിപ്പോൾ ഈ പൊളൈറ്റ് എക്സ്പ്രഷൻസ് ഉപയോഗിക്കുന്നത്. സോ ഇതിനെ പൊളൈറ്റ് ആക്കാൻ നമുക്ക് പല എക്സ്പ്രഷൻസും ആഡ് ചെയ്യാം ഇതിൻ്റെ മുമ്പിൽ. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് എന്ത്? പ്ലീസ് എന്ന് പറയുന്നത് അല്ലേ? സോ ഇതിൻ്റെ ബാക്കിൽ ഒരു പ്ലീസ് ആഡ് ചെയ്യുമ്പോൾ എന്തായി? ഒന്ന് പൊളൈറ്റായി. പ്ലീസ് സെൻഡ് മീ ദ റിപ്പോർട്ട് ടുമോറോ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് എന്തുണ്ടാവില്ല? ഒരു വിഷമം ഉണ്ടാവില്ല. നമ്മൾ അദ്ദേഹത്തെയും കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നും അല്ലേ? അത്രേ ഉള്ളൂ ഈ പൊളൈറ്റ്നെസ്സിൻ്റെ ആവശ്യം. സോ ഇതിനെ നമുക്ക് ഒന്നുകൂടി പൊളൈറ്റ് ആക്കാൻ എന്ത് യൂസ് ചെയ്യാം? കുഡ് യു പ്ലീസ് എന്ന് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, കുഡ് യു പ്ലീസ് സെൻഡ് മീ ദ റിപ്പോർട്ട് ബൈ ടുമോറോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഇമെയിൽ എഴുതുകയാണെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ എന്താവും? ഒന്നുകൂടി പൊളൈറ്റ് ആവും. ഇനി അതല്ലെങ്കിൽ ഇഫ് പോസിബിൾ എന്ന് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇഫ് പോസിബിൾ എന്ന് ആഡ് ചെയ്യുമ്പോഴും ഇതൊന്നുകൂടി പൊളൈറ്റ്. ഇഫ് പോസിബിൾ സെൻഡ് മീ ദ റിപ്പോർട്ട് ടുമോറോ, പറ്റുകയാണെങ്കിൽ നാളെ ആ റിപ്പോർട്ട് ഒന്ന് അയക്കണേ എന്ന് പറയുമ്പോൾ എന്തായി? ഒന്നുകൂടി സോഫ്റ്റ് ആയി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ആഡ് ചെയ്യാം? വുഡ് യു മൈൻഡ് ടു. ഇതൊക്കെ പൊളൈറ്റ് എക്സ്പ്രഷൻസ് ആണ്. വുഡ് യു മൈൻഡ് ടു സെൻഡ് മീ ദ റിപ്പോർട്ട് ബൈ ടുമോറോ? ആ റിപ്പോർട്ട് നാളത്തോടെ അയച്ചു തരുന്നതിന് ബുദ്ധിമുട്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ എന്തായി? ഈ ജസ്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നതിന് പകരം അതൊന്ന് പൊളൈറ്റ് ആയിട്ട് പറയുക എന്നുള്ളതേ ഉള്ളൂ. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ചാനലിൽ പോയാൽ ക്ലാസ് 27 സ്പോക്കൺ SE എന്ന് പറയുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് 14 എന്ന് പറയുന്ന വീഡിയോ കണ്ടാൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫുൾ വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ജനറൽ ഇംഗ്ലീഷിൻ്റെയും സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെയും വീഡിയോസ് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബേസിക് ലെവൽ മുതൽ ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത ആളുകൾക്ക് വരെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന മലയാളം എക്സ്പ്ലനേഷനിൽ ഇതുപോലെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഇംഗ്ലീഷാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ചാനലൊന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ ഇതുപോലെ ഇപ്പം മേ ബി വി കുഡ് ഇതും ഇതുപോലെ പൊളൈറ്റ്നെസ്സിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് മേ ബി വി കുഡ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ യൂസ് ചെയ്യുക? അതായത് ഇപ്പോൾ നമ്മളടുത്ത് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വന്ന് പറയുമ്പോൾ നമ്മളത് ഇപ്പോൾ പറ്റില്ല പിന്നെ നോക്കാം എന്ന് പറയില്ലേ? അപ്പോൾ അത് സ്ട്രെയിറ്റ് നമ്മളൊരാളിപ്പോൾ നമ്മുടെ മക്കളാവാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊളീഗ്, ഇപ്പം നമ്മുടെ ഒരു കൊളീഗാണ്, നമ്മൾ എന്തെങ്കിലും ഒരു വർക്കിന് ഇരിക്കാൻ സമയത്താണ് അദ്ദേഹം വന്നിട്ട് അത് ഒരു ചെറിയ കാര്യം സംസാരിക്കേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കഴിവ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടായാലും എനിക്ക് കുറച്ച് അർജൻറ്റ് വർക്ക് ഉണ്ട് എന്ന് പറയുന്നതും അദ്ദേഹം അത് വന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ പറ്റില്ല എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമില്ലേ? സോ ഇപ്പം പറ്റില്ല എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടായാലോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ മേ ബി